ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിൽ എം.ആർ. അജിത് കുമാറിനെതിരെ സസ്പെൻഷൻ ഉണ്ടായേക്കില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ഈ മണിക്കൂറിലെ വിവരം. വകുപ്പ് തല അന്വേഷണം പ്രഖ്യാപിച്ച് പ്രതിസന്ധി മറികടക്കാനുള്ള ആലോചന സർക്കാർ തലത്തിൽ സജീവമാവുകയാണ്. സസ്പെൻഡ് ചെയ്യാൻ തക്ക കുറ്റാരോപണം SIT റിപ്പോർട്ടിൽ ഇല്ല എന്ന സൂചനകൾ പുറത്തുവരികയാണ്. വകുപ്പ് തല അന്വേഷണം ഉണ്ടായാലും അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റത്തിന് തടസ്സമാകും. അനന്തകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേർന്നത്. അനന്തൻ, ഒരു പ്രത്യേക ഘട്ടത്തിൽ നടപടിയെടുത്താൽ അത് പിന്നീട് തിരിച്ചടിയായി മാറുകയാണെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചും UDF സംബന്ധിച്ചും വലിയ നാണക്കേടായി മാറും, പ്രതിരോധത്തിലേക്ക് പോകേണ്ടി വരും. ആ ഘട്ടത്തിലാണോ ഇങ്ങനെ വളരെ തന്ത്രപൂർവമായ ഒരു സമീപനത്തിലേക്ക് എത്തുന്നത്? സ്ഥാനക്കയറ്റമില്ല, ആ തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ തന്നെ പ്രശ്നങ്ങൾ പകുതി പരിഹരിക്കപ്പെടും. ആ സാഹചര്യത്തിലാണോ വകുപ്പ് അന്വേഷണം എന്ന നിലപാടിലേക്ക് എത്തുന്നത്? രതീഷ്, ആലപ്പുഴ രക്ഷാപ്രവർത്തനം എന്ന് അറിയപ്പെടുന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാരുടെ ലാത്തിച്ചാർജ്, അതുമായി ബന്ധപ്പെട്ട കേസ് അട്ടിമറിച്ചു എന്നതാണ് എം.ആർ. അജിത് കുമാറിനെതിരായ ആരോപണം. ഇത് സംബന്ധിച്ച് എം.ആർ. അജിത് കുമാറിനെതിരെ നടപടി, സർക്കാർ തലത്തിൽ നടപടി ഉണ്ടാകും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ആ നടപടിയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള വിലയിരുത്തലിലാണ് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എല്ലാം എത്തിച്ചേർന്നിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ എം.ആർ. അജിത് കുമാറിന് എന്ത് നടപടി നൽകണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആലോചന. നമുക്ക് ലഭിക്കുന്ന സൂചനയനുസരിച്ച് എം.ആർ. അജിത് കുമാറിനെതിരെ കടുത്ത നടപടിയായ സസ്പെൻഷൻ എടുക്കുന്ന കാര്യമായിരുന്നു ഇതുവരെ പരിഗണനയിലുണ്ടായിരുന്നത്. പക്ഷേ SIT സമർപ്പിച്ച റിപ്പോർട്ടിലെ തെളിവുകളുടെ ബലക്കുറവ്, അത് സസ്പെൻഷൻ എന്ന നടപടിയിലേക്ക് പോയാൽ തിരിച്ചടിയാകുമെന്നുള്ള ഒരു വിലയിരുത്തൽ സർക്കാർ തലത്തിലുണ്ടായി. രണ്ടാമതും ഈ ചില പോയിന്റുകളിൽ വ്യക്തത ആവശ്യപ്പെട്ട DGP SITയോട് ആ വ്യക്തത വരുത്താൻ ആവശ്യപ്പെട്ടിരുന്നു. അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഇന്നലെയാണ് നൽകിയത്. ആ റിപ്പോർട്ടിലും എം.ആർ. അജിത് കുമാറിന്റെ അട്ടിമറി പങ്കാളിത്തം സംബന്ധിച്ച് ബലമുള്ള തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ പോലെ തന്നെ ദുർബലമായ ആരോപണങ്ങൾ, മൊഴികൾക്കപ്പുറം എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെയാണോ പ്രതിസന്ധി ഉണ്ടായത്? മൊഴികൾക്കപ്പുറത്തേക്ക് തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ നേരത്തെ ഈ കേസ് അന്വേഷിച്ച ആലപ്പുഴയിലെ പോലീസ് ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി, സമ്മർദ്ദം ചെലുത്തി, കേസ് ഡയറിയിൽ മാറ്റം വരുത്തി, അതിനുശേഷം സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിലും മാറ്റം വരുത്തി. ഇതാണല്ലോ അജിത് കുമാറിന് എതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമായി നിൽക്കുന്നത്. അക്കാര്യത്തിൽ തെളിവ് കിട്ടാത്തതാണോ ഇപ്പോൾ സർക്കാരിനെ കുഴയ്ക്കുന്നതും? ആ പ്രശ്നം മറികടക്കുന്നതിന് വേണ്ടിയാണോ ഇപ്പോൾ വകുപ്പ് തല അന്വേഷണവും സ്ഥാനക്കയറ്റത്തിൽ തൽക്കാലം തീരുമാനം വേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്കും എത്തുന്നത്? തീർച്ചയായിട്ടും രതീഷ്, ആ മൊഴികൾക്കപ്പുറം ഒരു തെളിവിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ നടപടി ഉണ്ടായാൽ അജിത് കുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്കും കോടതിയിലേക്കും പോകാൻ സാധ്യതയുണ്ട്. അത് തിരിച്ചടിയാകും. അങ്ങനെ വരുമ്പോൾ എങ്ങനെ ഈ പ്രതിസന്ധി മറികടക്കാമെന്നുള്ള ഒരു ആലോചനയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ നിലവിൽ അജിത് കുമാറിന്റെ കാര്യത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന ഒരു ശുപാർശ എന്ന് പറയുന്നത് വകുപ്പ് തല അന്വേഷണം എന്നുള്ളതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വകുപ്പ് തല അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അജിത് കുമാറിന് നിലവിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ കഴിയും. കാരണം നിതിൻ അഗർവാൾ ഈ മാസം റിട്ടയർ ചെയ്യും. അദ്ദേഹം വിരമിക്കുന്ന ഒഴിവിൽ അടുത്ത DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കേണ്ടത് എം.ആർ. അജിത് കുമാറിനാണ്. എം.ആർ. അജിത് കുമാറിന് DGP റാങ്ക് ഈ സർക്കാരിന്റെ കാലത്ത്, പ്രത്യേകിച്ച് ആലപ്പുഴ രക്ഷാപ്രവർത്തനത്തിൽ ആരോപണ വിധേയനായി നിൽക്കുമ്പോൾ, അതിനൊപ്പം തന്നെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷം വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച ADGP-യാണ്. അപ്പോൾ ആ ADGP-ക്ക് VD സതീശൻ സർക്കാരിന്റെ കാലത്ത് DGP റാങ്ക് ലഭിച്ചാൽ അത് വലിയ നാണക്കേടാകും എന്നുള്ള കാര്യവും ഉറപ്പാണ്. അപ്പോൾ എങ്ങനെ സ്ഥാനക്കയറ്റം തടയാം, എങ്ങനെ ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസുമായി ബന്ധപ്പെട്ട നടപടിയെടുക്കാം എന്നുള്ള ആലോചനയാണ് സജീവമായി നടക്കുന്നത്. അതാണ് ഇപ്പോൾ വകുപ്പ് തല അന്വേഷണം എന്നുള്ള ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നത്. വകുപ്പ് തല അന്വേഷണത്തിലേക്ക് പോകുന്നു. പക്ഷേ സ്ഥാനക്കയറ്റം ഉണ്ടാകില്ല എം.ആർ. അജിത് കുമാറിന്.